കാരണം അച്ഛൻ ഇന്റർവ്യൂ കാണും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. എനിക്കിതറിയാമല്ലോ. അപ്പൊ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ വരുള്ളൂ അവിടെ വരുമ്പോ അവർ ഇതുപോലെ വെളിയിറങ്ങി വരും. അപ്പൊ ഞാൻ ഇങ്ങനെ വെക്കും, ഞാൻ ട്യൂഷന് പോലെ ഇതാ നമ്മൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓർഡറിട്ട് കൊടുക്കും. അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഇവനും വീട്ടിലെ പാത്രങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് വെളിയിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കും. വന്നു പോ, രണ്ടെണ്ണം വന്ന് നശിപ്പിച്ചിട്ട് പോകും. നീ ഭയങ്കര പാട്, നീ CBSE അല്ലേ? 2-3 ലൈനുണ്ട്. അപ്പൊ ഉടനെ ഇവന്റെ കല്യാണം കാണുന്നു പ്രതീക്ഷിക്കാം. നമസ്കാരം, JK എന്റർടൈൻമെന്റ്സിന്റെ ഇൻസ്പയർ ആൻഡ് ഇഗ്നൈറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിച്ച 2 യുവ കലാകാരന്മാരാണ്. അപ്പം എന്താ, എങ്ങനെയാണ് ലൈഫൊക്കെ? നന്നായിട്ട് പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. സുഖം. പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ട്? പിന്നെ ബമ്പർ ചിരിയിലാണോ? മെമ്പർ ചിരി തന്നെ ഇപ്പം 4 വർഷമായി തുടങ്ങിയിട്ട്. 4 വർഷം, ഇപ്പം 4 വർഷവും ഇപ്പം മെമ്പർ ചിരി തന്നെ. ഞങ്ങള് ബിസിയല്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാവോ? ആയിക്കോട്ടെ അല്ലേ. ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാവേ. ബമ്പർ ചിരി നിങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? എത്തിച്ചേർന്ന് പറഞ്ഞാൽ അത് ടിക്ടോക്ക് വൈറലായി, അല്ലെങ്കിൽ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഞാനവന് ജോലിക്ക് വരുന്ന അവൻ സീലിംഗ്, ഞാൻ പെയിൻറ്റിങ്. അപ്പം നമ്മൾ ഈ ജോലി കഴിഞ്ഞിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി അല്ലെങ്കിൽ വെറുതെ തുടങ്ങിയതാണ് ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 വീഡിയോ ഭയങ്കരമായിട്ട് റീച്ചായി അത്യാവശ്യം നല്ല റീച്ച് കിട്ടി തുടങ്ങി. പിന്നെ നമുക്കതൊരു കൗതുകമായി, റീൽസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വരും ചെയ്യും. അങ്ങനെ ചെയ്തിരുന്നിരുന്നപ്പോഴാണ് ഇതുപോലെ മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞ് ശ്രീജിത്തിനെ വിളി വന്നു. ഒരു വീഡിയോ വൈറലായിരുന്നു, ഒരു നിഴൽ എന്നോട് നടന്ന നിഴലെന്ന് പറഞ്ഞ്. അത് കണ്ടിട്ട് എന്നെ മനോരമ ഫസ്റ്റ് വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കൂട്ടുകാരനായിരിക്കും. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഹലോ ഇത് മനോരമ, ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പൊ മനോരമ എന്നാണ് 3ാമത്തെ വട്ടം ഞാൻ പറഞ്ഞ് വിശ്വസിച്ചത് മനോരമ എന്നാണെന്ന് പറഞ്ഞ് പറഞ്ഞോന്ന് പറഞ്ഞ് സ്കിറ്റുകൾ അല്ല സ്റ്റാൻഡപ്പ് ചെയ്യാൻ പറഞ്ഞ് എന്നെ ഞാൻ ഒരാളാണ് ആ പെർഫോമൻസ് കണ്ട് റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ടത്. റീൽസ് അല്ല, ടിക്ടോക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരില്ല, എൻ്റെ കൂടെ ശിവപ്രസാദ് കൂട്ടുകാരുണ്ട്, അവനുണ്ടെങ്കിൽ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ ആദ്യം അവർ സമ്മതിച്ചില്ല. ഞാൻ അപ്പോൾ എനിക്ക് താല്പര്യമില്ല വെച്ച്. രണ്ടാമത് വിളിച്ച 3ാമത്തെ വട്ടമാണ് അവർ ഓക്കെ ശിവപ്രസാദിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അത് വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. നമ്മൾ ഈ റീൽസ് എടുത്തേ ഉള്ളൂ. റീൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു 30 സെക്കൻഡിലും ടിക്ടോക്ക് ആ 30 സെക്കൻഡിൽ നമ്മൾ കണ്ടന്റ് വീഡിയോ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു പാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ ആ വരികൾ വെച്ച് അങ്ങനെ കോമഡി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടുന്ന് വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ബാഹുബലിയുടെ മ്യൂസിക് ഒക്കെ ഇട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരണം. 4 മിനിറ്റ് കൗണ്ടർ പറയാനുള്ള വീഡിയോ ആണ് അവർ ഉദ്ദേശിച്ചത്. നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ വിചാരിച്ചു ഞാൻ നടന്നു പറഞ്ഞത് ഒരു 2 മിനിറ്റ്, ബാഹുബലി വേറെ 1 മിനിറ്റ്, പിന്നെ ക്ലൈമാക്സിങ് അടിച്ചു വീണത് 4 മിനിറ്റ്. നമ്മൾ അടിച്ചു കൊടുത്തപ്പോൾ അവർ ചിരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല വീഡിയോ എടുക്കുന്നത്, കൗണ്ടർ ഉണ്ട്, സംസാരിക്കണം. നമ്മൾ സംസാരിച്ചിട്ടില്ല. ആദ്യം ടിക്ടോക്കിൽ എന്ത് സംസാരം, വീഡിയോ ആഡിയോ ഇട്ടിട്ട് നമ്മൾ അഭിനയിച്ചാൽ മതിയല്ലോ. അപ്പം എന്തായാലും അയച്ചു കൊടുക്കുന്നു. വന്ന അവസരമല്ലേ, കിട്ടുമോ അങ്ങനെയൊന്നും ഒരു പ്രതീക്ഷയില്ല. അപ്പം വീഡിയോ അയച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ സുരാജൻ്റെ ഒരു ഷോയിൽ ഒരു വാർത്ത വായിക്കുന്ന ഒരു സീൻ ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ വേണ്ടി ഡയലോഗ് പറയാൻ വേണ്ടി ആക്ഷൻ സുരാജൻ ഒരു അപ്പം അത് മനസ്സിൽ വന്നപ്പോൾ ഞാനും കൂടെ പ്ലാൻ ചെയ്തിട്ട് 2 പ്രകാരം ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ വാർത്ത വായിക്കുന്നതും ശ്രീജിത്ത് ആക്ഷൻ, ഇവന് ബോഡിയിൽ ഡാൻസറും കൂടെയാണ്, ഇവൻ ഡാൻസറാണ്. അപ്പോൾ ഓടി ഇവൻ്റെ ആക്ഷൻ കോമഡികളെല്ലാം റീൽസിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ അളിയനുമായിട്ടെന്ന് പറഞ്ഞൊരു സ്കിറ്റ് 2 അളിയന്മാരാണ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർ സെലക്ട് ചെയ്ത് പറഞ്ഞ് വരാൻ പറഞ്ഞു. ഇങ്ങനെ അപ്പം ഭയങ്കര സന്തോഷം. നമുക്ക് എന്താണെന്ന് അറിഞ്ഞുള്ളൂ. അപ്പം നമ്മളിവിടുന്ന് ട്രെയിനിൽ അയച്ചു കൊടുത്ത വീഡിയോ അയച്ചു കൊടുത്തേ, വേറെ അതിൻ്റെ ഒരു ഇതൊന്നുമില്ല. അപ്പം ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ചർച്ച. നമ്മൾ കോമഡി സ്റ്റാർ ഒരേ ടീം, അങ്ങനെ ഓരോ ടീമല്ല നമ്മൾ ഞാൻ നീ ഒരേ ടീമൊക്കെ ആയിരിക്കൂടാ അങ്ങനെയൊക്കെ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് ഒന്നും ആയില്ല. അപ്പോഴേ കണക്ക് കൂട്ടി ചിന്തിച്ചങ്ങ് ഒരേ ടീമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇതുപോലെ ഓഡിഷനാണ്, അപ്പോൾ നിങ്ങൾ ചെയ്ത പെർഫോമൻസ് വീഡിയോ അയച്ചു കൊടുത്ത വീഡിയോ ചെയ്യണമെന്ന്. എവിടെ അന്ന് അയച്ചു കൊടുത്ത ഒരു സാധനവും ഇല്ല, പേപ്പറും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ വേഗം തൂക്കി വന്നതാ.
ലാസ്റ്റ് ആ ചേട്ടൻ അയച്ചു കൊടുത്ത ഒരു വീഡിയോ എന്റെ ഫോണിൽ ആ വീഡിയോ കണ്ട് അവിടെ നോക്കി പഠിച്ച് പ്രൊഡ്യൂസർ ഒരുപാട് എല്ലാവരും ഇങ്ങനെ ഇരിക്കും. അവരെ മുമ്പേ നമ്മളിങ്ങനെ വെച്ച് കാണിക്കണം. 10-30 വരുന്നു ആദ്യമായിട്ട് 10-30 കണ്ടസ്റ്റന്റുണ്ട്. അവരെ ഫ്രണ്ടിലാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. പേടിച്ചോയോ? പേടിച്ചെന്നോ പഠിച്ചത് പോലില്ല സ്കിറ്റ്. ആദ്യമായിട്ടാ നമ്മള് വാഗുണ്ട് അല്ലെങ്കിൽ നമ്മള് ഡയലോഗ് സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. നമ്മളെ സ്കൂളിലും അമ്പലപ്പറമ്പിലും കളിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വാഗുണ്ടെങ്കിൽ ഡയലോഗ് പറഞ്ഞ് ആദ്യമായിട്ട് മൈക്ക് ഇങ്ങനെ വെച്ചപ്പോൾ ഫ്ലോറിലേക്ക് ആയപ്പോൾ വേറെ അനുഭവം. അപ്പം അങ്ങനെ അയച്ചു കൊടുത്തപ്പോഴത്തെ അവിടെ ചെന്ന് പെർഫോം ചെയ്യുന്നപ്പോൾ അവർ ഭയങ്കര കൈയടിച്ച് ഭയങ്കര പ്രോത്സാഹിപ്പിച്ച് സ്കിറ്റ് കളിക്കാനൊക്കെ പറഞ്ഞു. എല്ലാവരും കൊണ്ടുവരൊക്കെ എല്ലാവരും പറഞ്ഞു നല്ല സ്കിറ്റാണ്, നിങ്ങൾ മെമ്പർ അടിക്കുന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ മെമ്പർ നിങ്ങളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എപ്പിസോഡ് ഫ്ലോറിൽ കയറി സ്കിറ്റ് 15 അടിച്ച കുഴപ്പമില്ല. ആ സീറ്റ് ഞാൻ ഇപ്പോഴും കാണൂല. ഈ നിമിഷം ഞാൻ കാണൂല. കളിക്കാൻ കുഴപ്പമില്ല. അവിടെ കയറിയപ്പോഴേ ലൈറ്റ് പൊട്ടാം. ഞാൻ നോക്കിയപ്പോൾ ലൈറ്റ് പൊട്ടാം, ക്യാമറ രണ്ടും വെള്ളമില്ല തൊണ്ടയിൽ. പേടിച്ചു പോയി. ഇവനാണെങ്കിൽ കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്, എനിക്കാണെങ്കിൽ തണുപ്പ് പറ്റൂല. ഷർട്ടില്ല. ഞാൻ തണുത്ത് കുറച്ച് ഇങ്ങനെ എനിക്ക് ഇതൊക്കെ പേടിയായി പോയി. ഫസ്റ്റ് എക്സ്പീരിയൻസ് 15 അടിച്ചതിൽ വിഷയമില്ല, നാട്ടിൽ വരണ്ടേ. കാരണം പട്ടിയും പരിഹാസവും കേട്ടിട്ടാണ് അവിടെ നിന്ന് വന്നത്. അപ്പം നാട്ടിൽ ഇറങ്ങി നടക്കണ്ടേ, ഇനി സ്കിറ്റ് വരുമല്ലോ, ടി വിയിൽ വരുമല്ലോ, എല്ലാവരും കാണുമല്ലോ എന്നൊക്കെ നാണക്കേടായിട്ട് പോയി. സ്കിറ്റ് തരുവല്ലാതെ പോയി. അപ്പോഴത്തേക്കും നമ്മളിപ്പം എവിടെയെങ്കിലും ആദ്യമായിട്ട് പുതുതായിട്ട് ഏതെങ്കിലും ചാനൽ വർക്ക് ചെയ്താലും നാട്ടുകാർ പറയില്ല കുഴപ്പമില്ല, നിങ്ങൾക്ക് കഴിവുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കുറച്ചുപേരുണ്ട്. ചിലപ്പോൾ നമ്മൾ താറ്റി പറയുന്നവരുണ്ട് ഉള്ളിൽ. ചിലപ്പം അതങ്ങ് കളഞ്ഞു. അപ്പം നമ്മളിനി വിളിക്കൂല എന്ന് വിചാരിച്ചു. കാരണം ബെമ്പർ അടിക്കുന്ന പുതിയ ടീമുകൾ അല്ലെങ്കിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നല്ലോ പുതിയ ആൾക്കാര്, വീട്ടമ്മമാരായിരുന്നാലും അങ്ങനെയുള്ള ആൾക്കാരെ പുതിയ കണ്ടസ്റ്റന്റുകളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞ എപ്പിസോഡൊക്കെ വന്നതിന് ശേഷം വീണ്ടും വിളിച്ചൊരു വീഡിയോ കൂടെ അയക്കണമെന്ന്. അപ്പൊ അവിടെ നിന്നൊരു വാശിയായിരുന്നു. കാരണം ഇനി പോകുമ്പോൾ ബെമ്പറിൽ കുറഞ്ഞൊന്നും അടിക്കില്ല. കാരണം ഒരു ബെമ്പറെങ്കിൽ ഒരു ബെമ്പർ ഇനി അടിച്ചിട്ടേ വരാവൂ. കാരണം ഒരു എപ്പിസോഡ് ടി വിയിൽ വന്നിങ്ങനെ. അങ്ങനെയാണ് നമ്മൾ വെടിവെച്ചാങ്കോൽ വിലാസിനി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി. ആ ഒരൊറ്റ ക്യാരക്ടർ, ആ ഒരു മെമ്പർ, സത്യം ആ ഒരൊറ്റ ക്യാരക്ടറും ആ ഒരൊറ്റ സ്കിറ്റുമാണ് നമ്മളതാ ഇവിടെ ഇരുത്തിക്കുന്നതും. അതെ, അവിടെ നിന്ന് ഒരു പാവാട വെള്ളിയാണ് ഇവിടെ നമ്മളെ പിടിച്ചിരുത്തിക്കുന്നത്. ടിക്ടോക്കിൽ നിന്ന് ഈ ഫ്ലോർ വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. ഭാഗം സംസാരിച്ച് ഒരു ഡയലോഗ് പറയാൻ നമുക്ക് അറിഞ്ഞു. റെക്കോർഡ് സ്കിറ്റ് ഞാൻ പറഞ്ഞില്ല, റെക്കോർഡ് സ്കിറ്റും ഈ മ്യൂസിക്കും വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാ. അവിടെ നിന്ന് നമ്മൾ ആ ഈ ഒൻപർ ചേരിയിൽ ഒന്നോട്ട് കുറേ സ്കിറ്റുകൾ ചെയ്തു. നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഓരോ തമാശകൾ പറഞ്ഞ് നമുക്ക് ഈ കൗണ്ടർ എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. എന്നാലും നമ്മൾ മീറ്ററിൽ അടിക്കണം. നമുക്ക് മീറ്റർ നമ്മളെ സീനിയർ ആൾക്കാരൊക്കെ പറയും ഇന്ന മീറ്ററിൽ അടിക്കണം. നമുക്ക് ഇങ്ങനെ നമ്മൾ കളിച്ചു പോയി. നമ്മൾ ഇവിടെ നിന്ന് ഒരു പേക്ക് അല്ലെങ്കിൽ ഒരു സാധനം കൊണ്ടുപോകും. നമ്മൾ ഒരുപാട് കടകൾ ചെയ്ത് അതാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ കുറേ സ്കിറ്റുകളാണ് നമ്മൾ ചെയ്തത്. അപ്പം വെടിവെച്ചെങ്കിൽ വിലാസിനി എന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കുറേ കടകൾ, കുറേ ജോലികൾ. അപ്പം കാണുന്ന ആൾക്കാരെല്ലാം പെയിന്റ് പണിക്കൂറ് ചൂണ്ട പിടിക്കുന്നത് അതിലൊരു ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അതെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രേക്ഷകർ നമ്മളെ വീണ്ടും സ്വീകരിച്ചു. അതൊരു ഭയങ്കര സന്തോഷം. അതാ ഇപ്പൊ ഇന്ന് ഇരിക്കണത് ആൾക്കാർ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ. അപ്പം അവിടെ നിന്നൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടായി ഇന്ന് ഈ നിമിഷം വരെ. ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നില്ലേ ബമ്പർ ചിരി? അപ്പൊ അതിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അതായത് അവിടെ പോയിട്ട് എന്തെങ്കിലും നടന്ന ഇൻസിഡൻസോ അങ്ങനെ അത് പറയാം. എന്തോ കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഷോ ആദ്യമായിട്ട് പോയിരുന്നു. ആ സ്റ്റേജ് ആ ഫ്ലോറൊക്കെ കണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ തട്ടിപ്പോയി. നമുക്ക് താമസിക്കാൻ ഹോട്ടലുണ്ട്, 5 സ്റ്റാർ ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടൽ പോയിട്ട് ഒരു കടപ്പുറയിൽ പോലെ കിടന്നിട്ടില്ല ഞാനും. അപ്പം അവിടെ പോയി മെർമെയ്ഡ് ഹോട്ടൽ എന്ന് പറഞ്ഞ വൈറ്റിൽ കയറും. അപ്പോൾ ആദ്യം പോയി അപ്പാർട്ട്മെൻറ്റാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ 3 റൂം തന്നു. അപ്പം നമ്മളവിടെ നിന്ന് പേരെഴുതി റൂമിൽ കയറിയിട്ട് ഞാനിവന് കയറി. ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂട്, ലൈറ്റും ഇല്ല, ഒന്നും ചെയ്യാനില്ല. താക്കോലും ഞാനിവന് പരസ്യം പറഞ്ഞ ഒരു ചാനൽ മഴയിൽ മനോരം ഇത്ര വലിയ ചാനലിൽ കറണ്ടും ഇല്ല, ഫാനും ഇടാൻ പറ്റില്ല. ഞാൻ വെളിയിലേക്ക് പോയി താഴെ പോയി. സംഭവം പറയും, ഈ താക്കോലൊരു സാധനം ഇതിലിട്ടാൽ മാത്രമേ ലൈറ്റ് എടുത്തുള്ളൂ. ഇത് അറിഞ്ഞൂടാ എനിക്ക് വരും. അവിടെ കടന്ന് ഇത് താഴെ പോയി കംപ്ലൈന്റ് ചേട്ടാ ലൈറ്റ് എത്തില്ല ഒന്നുമില്ല. പിന്നെ പുള്ളി വന്നിട്ട് താക്കോൽ അതിലിട്ടോ കറണ്ട് വന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് വാശിയായി, എനിക്കിതറിയാമല്ലോ. അപ്പൊ നമ്മളെ പോലെ സാധാരണ ആൾക്കാർ വരുള്ളൂ. അവിടെ വരുമ്പോ അവർ ഇതുപോലെ വെളിയിറങ്ങി വരും. അപ്പൊ ഞാൻ നിൽക്കും, ഞാൻ ഇലക്ട്രീഷ്യനെ പോലെ ഇതേ സിമ്പിൾ ഞാൻ ഞാൻ ഹോട്ടലിട്ട് കൊടുക്കും. നമുക്കറിഞ്ഞ സീരിയസ് ആയിട്ട് അന്ന് ആദ്യമായിട്ട് പോയി നമുക്കറിയാം. നമ്മളങ്ങനെ ഒരു വലിയ ഹോട്ടലിലോ അല്ലെങ്കിൽ അങ്ങനെ താമസിച്ചിട്ടില്ല, നമുക്കറിയില്ലല്ലോ. അപ്പാർട്ട്മെന്റ് ഒന്ന് കേട്ടത് അന്ന് അവിടെ പോയി അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ആദ്യത്തെ ആയിട്ട് പോയല്ലേ.
നിങ്ങൾ എങ്ങനെ നേരിട്ട് ഇതിപ്പോ റീൽസിന് ചെയ്തല്ലേ നിങ്ങൾ ഫേമസ് ആയത്? അതിന് മുന്നേ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടത്? പരിചയം ഇവ എന്റെ സീനിയർ ആയിരുന്നു. ചുമ്മാ പ്രായം പറയും. ഒരു 8ാം ക്ലാസ് ഞാൻ 8 എത്തപ്പോഴാണ് ഇവനായിട്ട് കമ്പനി എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനി പരിചയമുണ്ട്. ഒരേ സ്കൂള് പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ. അത് കഴിഞ്ഞ് 10 കഴിഞ്ഞ് ഇവൻ ഗൾഫിൽ പോയി ഇവന് ലീവിന് വന്ന ശേഷം പിന്നെ എൻ്റെ കൂടെ ആയിരുന്നു. അവർ ലീവിന് വന്നതിന് ശേഷം നമ്മളങ്ങ് സിങ്കായി. നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ഇതിനൊക്കെ പോകും. അങ്ങനെ ഭയങ്കര സിങ്കായി നല്ല സിങ്കായി. പിന്നെ എവിടെ പോയാലും ഞാൻ ഇവനാ. അന്നേ നമുക്ക് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. പ്രോഗ്രാം തിരുമല ചന്ദ്രാനന്റെ സ്കിറ്റൊക്കെ നമ്മൾ നാവായിക്കുളത്ത് പോയി കണ്ടിട്ടുണ്ട്. പ്രോഗ്രാം വേണ്ടി എവിടെ പോകും അവിടെ ഗ്രൂപ്പൊക്കെ ഉണ്ട് നമുക്ക്. ഞാൻ ഇങ്ങനെ ഇത്ര ആഡ് ചെയ്യും. ഇപ്പം ഇവിടെ ഇന്നടുത്ത് പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ബാക്കിൽ ഞാൻ ചിലപ്പോൾ പോയിട്ടുണ്ട്. ചന്ദ്രന്റെ പരിപാടി ബാക്കി പോയിട്ട് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ പറയും. അപ്പൊ രാത്രി ആകുമ്പോൾ നമ്മൾ പയ്യന്മാരെല്ലാം കൂടെ ചന്ദ്രന്റെ പരിപാടി കാണാൻ വേണ്ടി മാത്രം ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല സിങ്കായി. അത് കഴിഞ്ഞാണ് ഈ റീൽസ്. എനിക്ക് അവന് സ്വഭാവം ഉള്ളതുകൊണ്ട് പണ്ടേ സ്റ്റേജിലും സ്കൂളിലൊക്കെ നാടകമല്ല ഈ കോമഡി സ്കിറ്റ് റെക്കോർഡ് സ്കിറ്റ് എന്ന് പറഞ്ഞില്ല, അതുപോലെയൊക്കെ കളിക്കുമായിരുന്നു. നെൻസാൻ്റെ ഉല്ലാസൻ്റെ ഒക്കെ സ്കിറ്റ് റെക്കോർഡ് അവർ കളിച്ച സ്കിറ്റിന് നമ്മൾ റെക്കോർഡ് സ്കിറ്റ് കളിക്കുന്നത്. അപ്പം അങ്ങനെ സിങ്കായി. പിന്നെ റീൽസ് ചെയ്യാൻ ആരെയും മടിയില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ടിക്ടോക്ക് നല്ല കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വീഡിയോ എടുത്തു തരാൻ നമുക്കില്ലായിരുന്നു. നമ്മൾ ഈ ചുടുകല്ലും ഷൂലൊക്കെ വെച്ചാണ് ടൈമർ ഇട്ട് ഓടി. ആ കഷ്ടപ്പാടിന്റെ ഫസ്റ്റ് ഭയങ്കര അഭിനയായിരിക്കും, നല്ല സാധനമായിരിക്കും. പക്ഷെ അത് കിട്ടൂല. ക്യാമറ ഭയങ്കര അഭിനയം അഭിനയിച്ച് നോക്കുമ്പോഴാണ് ഫോൺ താഴെ കിടക്കും. കുറെ ഒരു കളിയാക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ഒരു കളിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ചെയ്യണതും നമ്മൾ ഒരുങ്ങി നിന്നാൽ പോലെ അവന്മാര് റീൽസ് എടുക്കാൻ പോകണമെന്നാ പറയണത്. വീഡിയോ എടുത്തു തരാനൊക്കെ ബുദ്ധിമുട്ടായി കുറെ ആൾക്കാരുണ്ട്. പിന്നെ സപ്പോർട്ടായിട്ട് വന്നത് സുനീഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ. അവനാണ് അന്നും ഇന്നും ആത്മാർത്ഥ സുഹൃത്ത്. നമ്മള് 3 പേരാണ്. അതെ, അങ്ങനെ പറയണ കൂട്ടുകാരാണ്. അപ്പൊ അന്ന് ഒരു നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ബലം ഉണ്ടായി ആ റീൽസ് ചെയ്തത് കൊണ്ടാണ്. എല്ലാ വഴികളിലും എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ കാണും നേരിടാൻ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ? വെല്ലുവിളി ഒന്നാമത്തെ കാര്യം അവിടെ ഒരു മത്സരമല്ല, അതൊരു അവിടെ മത്സരമല്ല, മത്സര ബുദ്ധിയല്ല. ഇപ്പൊ കുറച്ച് പൈസ അവിടെ ഇരിപ്പുണ്ട്. മെമ്പർഷിപ്പിന്റെ പാറ്റേൺ വെച്ചാൽ ഓരോ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. ആർക്ക് വേണോ പോയി എടുക്കാം. പിന്നെ ഫസ്റ്റ് പ്രൈസ് എന്ന ആൾക്കൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടൊരു സ്കിറ്റ് കളിക്കുന്ന വിചാരിച്ചോ, നമുക്ക് ആ കണ്ടന്റ് കളിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൗണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. നമ്മൾ വേറെ കണ്ടന്റാണ് കളിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ വെല്ലുവിളി മത്സര ബുദ്ധി അങ്ങനെ ഇല്ല. എല്ലാവരും കാരണം ഇപ്പം നിങ്ങളിപ്പം ഒരു പുതിയ കണ്ടസ്റ്റന്റ്, നമ്മളൊരു കണ്ടസ്റ്റന്റ്, നിങ്ങളെ സഹായിക്കാൻ നമ്മളും കാണും, നമ്മളെ സഹായിക്കാൻ നിങ്ങളും കാണും. നിങ്ങൾ നല്ല മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കും. അതെ, അത്രേ ഉള്ളൂ. അല്ല അങ്ങനെ ഒരു വെല്ലുവിളി നമുക്ക് ചീത്തവിളി കിട്ടിയിട്ടുണ്ടല്ലോ. വെല്ലുവിളി കിട്ടിയിട്ടില്ല, അങ്ങനെ തോന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവിടെ നമ്മൾ ആദ്യം പോയപ്പം തന്നെ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനും നമുക്ക് കൗണ്ടർ പറഞ്ഞു തരാനും ഒരുപാട് പേര് ഉണ്ടായിരുന്നു. കാരണം അവർക്കൊന്നും അതിന്റെ കാര്യമില്ല, അവർക്ക് അവരുടെ സ്കിറ്റ് കളിച്ച് പോയാൽ പോരെ. അവര് നമുക്ക് സഹായിക്കണം എന്ന് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു മത്സരം ബുദ്ധിയല്ല. അതിപ്പോഴായിരുന്നു നമുക്ക് വെല്ലുവിളിയില്ല. ടിക്ടോക്ക് സമയത്ത് വെല്ലുവിളി, ചീത്തവിളി, അങ്ങനെ പലതും എല്ലാം മറികടന്നാണ് നമ്മൾ അവസാനം. ഇതുവരെ ഉണ്ടായിട്ടില്ല. ചിലപ്പോ അടിപൊളി സപ്പോർട്ട് കേടില്ലല്ലോ. വീട്ടിലെ സപ്പോർട്ട് കേട്ടില്ല. ആദ്യമൊക്കെ ഇങ്ങനെ ഇതായിരുന്നു. നമ്മൾ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ നടക്കുന്നത്. അമ്മ കുഴപ്പമില്ല, നമ്മളുണ്ടായിരുന്നു. അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇവനും വീട്ടിലെ പാത്രങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് വെളിയിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കും. വന്നു പോ 2 എണ്ണം വന്ന് നശിപ്പിച്ചിട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. സപ്പോർട്ട് വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാരണം അച്ഛൻ ഇന്റർവ്യൂ കാണും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. കൊള്ളാം കേട്ടോ. അച്ഛനെ കാണട്ടെ, പറഞ്ഞു കൊടുക്കാം. അച്ഛന്റെ എത്ര മാത്രം കഥ. അച്ഛനാണ് ഫേമസ്. അച്ഛന്റെ കഥകൾ മാത്രമേ. അച്ഛന്റെ പേര് ശ്രീകുമാറാണ്. കുഞ്ഞു വേണമെന്ന് വീട്ടിൽ വിളിക്കുന്നത്. മഞ്ജു ചേച്ചി സ്കിറ്റ് കളിക്കുമ്പോൾ കുഞ്ഞുവിന്റെ കഥ വല്ലോ കേട്ടോ. അച്ഛന്റെ പല കഥകൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ കഥ വെച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. അതെ, അച്ഛനൊരു സംഭവമാണ് എൻ്റെ അച്ഛൻ. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ കൊമേഡിയൻ ആരെയായിരിക്കും ആദ്യം പറയാ? അങ്ങനെ നമ്മള് വല്ലാത്ത എനിക്ക് എല്ലാ കോമഡി പറയുന്ന എല്ലാവരും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞ പറമ്പിൽ എനിക്ക് ഇപ്പോൾ സ്റ്റേജിലാണെങ്കിലും ഞാൻ ചന്ദ്രൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ചന്ദ്രൻ്റെ പരിപാടി കാണാൻ എനിക്ക് ഭയങ്കര, തിരുമലചന്ദ്രൻ അറിയാലോ, തിരുമലചന്ദ്രനും പുള്ളിയുടെ പരിപാടി കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ. പിന്നെ അല്ലാതെ സ്കിറ്റ് വന്ന് എല്ലാവരും ഇഷ്ടമാണ്. നെൻസണ്ണും ഉണ്ടായിരുന്നു, നോബിയണ്ണും ഉണ്ടായിരുന്നു. അവരൊക്കെ അന്ന് ടി വിയിൽ കണ്ടതാണ്. പക്ഷെ ഇന്ന് ഭയങ്കര സൗഹൃദമാണ്. ഇന്ന് അവരെ നമുക്ക് അറിയാം, നമ്മളറിയാം. നമ്മളിപ്പോ ക്യാമറ കാണില്ല, അവരൊക്കെ നമ്മൾ അടുത്ത് നമ്മളെ കൂട്ടുകാരൊക്കെയാണ്. കാരണം സെൽവൻ എന്ന് പറഞ്ഞ ഇത് ഏഷ്യാനെറ്റിൽ സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടി വിയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നതാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ ഈ ബെമ്പർ ചിരിയിൽ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഈ ബെമ്പർ ചിരി പോയി പകുതിയൊക്കെ ആയപ്പോൾ സെൽവൺ അവിടെ വന്നു. കാരണം നമ്മളൊന്നും വിചാരിച്ചില്ല സെൽവണ്ണെ കാണാൻ പറ്റുമെന്നോ
ഒന്നുമില്ല. അതുപോലെ തന്നെ നെൻസണ്ണെ, തങ്കച്ചണ്ണെ, പ്രതീക്ഷിക്കാത്ത പലതും അതെ തങ്കച്ചണ്ണെ, കുട്ടിയകില്, സാജിനൊക്കെ നല്ല കമ്പനി. ഇപ്പോഴും നമ്മളൊന്നും സ്വപ്നം പോലും കാണാത്ത ഒരു ഇത്. അവരൊക്കെ ടി വിയിൽ കണ്ടോണ്ടിരുന്ന അവരെ സ്കിറ്റ് നമ്മൾ റെക്കോർഡ് കളിച്ചിട്ടുണ്ട് എല്ലാവരും അറിയുന്നുള്ള. അതങ്ങനെ. പിന്നെ ഗ്രൂമേഴ്സ്, നമ്മളെ സ്കിറ്റിനൊക്കെ ഗ്രൂമേഴ്സ് ഒക്കെ സഹായിക്കാറുണ്ട്. ഗ്രൂമേഴ്സ് നമ്മളിപ്പോൾ ഫസ്റ്റൊക്കെ തുടക്കം നമ്മളാണ് കൊണ്ടുപോകണം കണ്ടന്റുകളൊക്കെ. പിന്നീട് ഇപ്പം നമുക്കൊരു പാറ്റേൺ മാറി മാറി വന്നപ്പോൾ ഗ്രൂമേഴ്സ് സഹായിക്കാനൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സ്കിറ്റിന്. വിഷ്ണു ഗോപാൽ, സജിൻ, അങ്ങനെ കുറച്ച് ഗ്രൂമേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആലോചിച്ചോട്ടെ, അല്ലാതെ ഫോണിൽ നോക്കുന്നില്ല. ഞാൻ ഊക്കറിയ. സീരിയസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴെങ്കിലും മതി. എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞുള്ള കോമഡി മറ്റൊരാളെ വേദനിപ്പിച്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ നമ്മൾ കോമഡി വേദനിപ്പിച്ചതല്ല, ഒരു സ്കിറ്റ് ചെയ്ത് അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും. മനോരമയ്ക്ക് വരെ ഭയങ്കര വെല്ലുവിളിയായ ഒരു സ്കിറ്റ് ചെയ്ത് ഞാനും കൂടെ ചെയ്തൊരു മസാജ് സെൻ്ററിൻ്റെ സ്കിറ്റാണ്. അപ്പോൾ നമ്മൾ ആരെയും കളിയാക്കിയോ അല്ലെങ്കിൽ നമ്മൾ കലാകാരന്മാരായിട്ട് അല്ലെങ്കിൽ നമ്മളിവിടെ തുടങ്ങിയതേ ഇതാണ്, നമ്മൾ കലാകാരന്മാരല്ലായിരുന്നു. അല്ലെങ്കിൽ ഈ വന്നതിന് ശേഷമാണ് നമ്മളൊരു കലാകാരന്മാരെന്ന് തിരിച്ചറിഞ്ഞത് തന്നെ. അപ്പോൾ നമ്മൾ ആരെ വേദനിപ്പിക്കാൻ വേണ്ടി ഒരു സ്കിറ്റോ അല്ലെങ്കിൽ അങ്ങൊന്നും പറയില്ല. നമ്മൾ സ്കിറ്റ് ചെയ്യുന്നതിൽ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ കൂട്ടുകാരന്മാരെയൊക്കെ കളിയാക്കി അങ്ങനെ എന്ന് വെച്ചാൽ അവരെ പേര് അവിടെ പറയണം, അല്ലെങ്കിൽ സ്കിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനാണ്, എൻ്റെ കൂട്ടുകാരനാണ് എന്ന് അവന്മാർ പറയണം രീതിയിൽ നമ്മൾ ഒരുപാട് പേരെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മസാജ് സെൻ്ററിൻ്റെ സ്കിറ്റ് ചെയ്ത സമയത്ത് ഈ നാടകക്കാരെ പറഞ്ഞെന്നും പറഞ്ഞൊരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് മനസ്സാവാതെ അറിഞ്ഞതുമില്ല, നമ്മളങ്ങനെ കളിയാക്കിയില്ല. കട്ടിങ് ചെറിയൊരു പീസ് അതിനെ വലുതാക്കി നമ്മൾ അവരെ കളിയാക്കി. നാടകക്കാർ അങ്ങനെയാണ്. നാടകം നമ്മൾ സ്നേഹിക്കും. നമുക്ക് രാത്രി ഇവിടെ എവിടെ കാണാൻ, ഞാൻ പറഞ്ഞ പരിപാടി കാണാൻ പോണത് നാടകവും കോമഡിയെ കാണാൻ പോണത് നമ്മളാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ അങ്ങനെ ചെയ്യില്ല. പക്ഷെ അത് സ്ക്രിപ്റ്റിൽ വന്നൊരു ചെറിയ മിസ്റ്റേക്കും അല്ലാതെയും നമ്മളത് ശ്രദ്ധിച്ചില്ല, അങ്ങ് പോയി. പക്ഷെ അതങ്ങ് കളിയാക്കിയിട്ടോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത് വലിയൊരു വിഷയമായി. മനോരമയിൽ വരെ സമരം ചെയ്തു ആ സ്കിറ്റിനെതിരെ നാടകക്കാർ വന്ന്. കാരണം ഇവൻ അന്ന് സമിതിയിൽ കളിക്കുന്ന സമയം. അപ്പം ഞാൻ സമിതിയിലില്ല, ഞാൻ അല്ലാതെ ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവന് സമിതിയിലുള്ളതുകൊണ്ട് ഇവൻ്റെ കോൺടാക്റ്റ് കിട്ടാൻ എളുപ്പമായിരുന്നു. അങ്ങനെ വരുന്നത് കേരള നാടക അക്കാദമിയിലെ മെയിൻ ഒരു കണ്ണൂരെന്നൊരു ചേച്ചി എന്നെ ലാസ്റ്റ് ദിവസം എനിക്ക് വിളിയില്ലാതെ ഞാൻ സമാധാനത്തിൽ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ മാപ്പ് പറഞ്ഞു. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇത് ഊതിപ്പരിപ്പിക്കാൻ അല്ലെങ്കിൽ കുറച്ച് പേര് ഉണ്ടാവും. നമ്മളത് മനഃപ്പുറം ചെയ്യുന്നതല്ല. അവർക്കൊരു വിഷയം അല്ലെങ്കിൽ ഓൾറെഡി കുറേ വിഷയങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ആ സ്കിറ്റ് ഇതായത്. അപ്പം അങ്ങനെ ഒരു വേദന അത് നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു അത് കട്ട് ചെയ്ത് കളയണം. നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ കട്ട് ചെയ്ത് കള. പിന്നെ അതിന്റെ ആരോഗ്യം അതിന്റെ റീല് കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കുറച്ച് പീസ് കട്ട് ചെയ്ത്. കാരണം ഷോർട്സ് വരുമല്ലോ, അപ്പം ചില സ്കിറ്റുകളിലെ ഷോർട്സ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആവും. ഓൾറെഡി നമ്മളെ ഫെയിം അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ മില്യൺസ് വ്യൂസ് ഒക്കെ വരും. ഈ വരുന്ന സമയത്ത് ആ കൗണ്ടർ മാത്രമേ പോയുള്ളൂ. ആ കൗണ്ടർ മാത്രം കട്ട് ചെയ്ത് പോയി. അപ്പം അത് അവരെ വേദനിപ്പിക്കുന്ന കട്ടി നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. നമ്മളതിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ലല്ലോ. അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു, ഇൻസിഡന്റ് ആയിരുന്നു. കുറെ വർഷത്തിന് ചെയ്ത് നമ്മൾ ഡിമ്മായ കണ്ടില്ലേ, നമ്മൾ എങ്ങനെ ഇരുന്നു നമ്മളെ ഡിമ്മാക്കി വിട്ടിട്ട്. സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കുന്നതാണോ? ഇത് സ്ക്രിപ്റ്റഡ് അല്ലേ? അങ്ങനെയാണ് ചോദിക്കട്ടെ. അങ്ങനെയല്ല, സ്ക്രിപ്റ്റ് നമ്മൾ തന്നെ സെറ്റ് ആക്കുന്നത്. ആദ്യം പോയ സമയത്ത് നമ്മൾ 12-14 സ്കിറ്റ് വരെ നമ്മൾ സെറ്റ് ആയിക്കൊണ്ട് പോയി. അങ്ങനെ നമുക്ക് ഹ്യൂമറിന്റെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ അറിഞ്ഞപ്പോൾ അവസാനം ഇപ്പം നമ്മൾ പിന്നെ 14 സ്കിറ്റൊക്കെ ആയല്ലോ. നമ്മളെ കയ്യിൽ തീർന്നു തുടങ്ങി, കടകൾ ചെയ്ത് നമ്മൾ ഓരോ പണി ചെയ്തല്ല നമ്മളെ സാധനങ്ങൾ തീർന്നു. ഇപ്പോഴാണ് ഗ്രൂമർ എന്ന് പറയുന്നത് വിഷ്ണു ഗോപാൽ എന്നുള്ള ചേട്ടൻ വന്നത്. ഇപ്പോഴാണ് ഗ്രൂമറുടെ സഹായം നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ എഴുതുമായിരുന്നു ഒരുപാട് സ്കിറ്റുകൾ. ചേട്ടൻ തന്നു നല്ല സ്കിറ്റുകൾ, കുറെ ട്രെൻഡിങ്ങിൽ പോയി. അരോചക അശോകൻ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ഗുണ്ടയുണ്ടല്ലോ, അതൊക്കെ നമ്മളെ ഒരു റൂമിൽ ഇട്ട് നമ്മളെ പഠിപ്പിക്കും. രാത്രി വന്നിട്ട് അതിങ്ങനെ ചേട്ടാ അങ്ങനെ വേറെ പഠിപ്പിക്കൂല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആരെയും വന്ന് റൂമിൽ ഇരുന്നു അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കും. റൂമിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് വിഷ്ണുവിടെ പോകും. പക്ഷെ നമ്മളെ റൂമിൽ വന്ന് നമ്മളെ പഠിപ്പിച്ച് സപ്പോർട്ട്. കാരണം ആ സ്ക്രിപ്റ്റ് ഗോൾഡൻ മസാല 1 ലക്ഷം രൂപ അടിക്കുന്നു. നമ്മൾ ആദ്യം ഇതാവണമെന്നും പറഞ്ഞ് വാശിയായിരുന്നു.
വഴക്കും ചീത്തൊക്കെ കേട്ട് അങ്ങനെ ചേട്ടാ ഇങ്ങനെ ചെയ്യടാ അങ്ങനെ പറഞ്ഞാലേ ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഫലം പിറ്റേ ദിവസം ഉണ്ടായി. പിറ്റേ ദിവസം ഫ്ലോറിൽ വിഷ്ണുട്ട വെളിയിൽ നിൽക്കുകയാണ് നമ്മൾ ഗോൾഡൻ മെമ്പർ അടിക്കുന്നത്. അത് 300ാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. 300ാമത്തെ എപ്പിസോഡ് അടിച്ചിട്ടില്ല. എല്ലാരും അടിച്ച് അവിടെ ഉള്ള കുറച്ച് സീനായിരുന്നു. അപ്പൊ നമ്മൾ അടിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ആ 300ാമത്തെ എപ്പിസോഡിലായിരുന്നു കിട്ടി. ഇപ്പോഴും അതുപോലെ തന്നെ ഗ്രൂമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളതായിട്ട് ഉള്ള ഇതിലും വെറുതെ ഇരിക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചളി പറയും, അതിൽ 10 ചളി പറയുമ്പോൾ ഒരു നല്ലത് കിട്ടും. കാരണം എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് കുറെ സാധനങ്ങൾ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ വെറുതെ ഇരുന്ന് സീനം കാട്ടി നമ്മൾ അങ്ങനെയാണ് വന്നത്. കുറെ വീട്ടിലിരുന്നായിരുന്നാലും നമ്മൾ കൂട്ടുകാരന്മാരുടെ ഉണ്ടാവുന്ന കുറെ സിറ്റുവേഷൻസ് അതിൽ ഒരു ക്രിക്കറ്റിന്റെ സ്കിറ്റ് ഉണ്ട്. അത് ഫുള്ള് നടന്ന സംഭവം. ലൈഫായിട്ട് നടന്ന അതിലൊരു ജേഴ്സിയിലൊക്കെ നമ്പർ അടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം ഈ നമ്മൾ ഈ ജേഴ്സിയിൽ നമ്പർ അടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുമല്ലോ, ശിവ 42 നമ്പർ ജേഴ്സി. അപ്പം നമ്മളൊരു ചേട്ടൻ പോലീസുകാരനാ, ചേട്ടൻ പറഞ്ഞ് എനിക്ക് 10 അല്ലെങ്കിൽ 10 രണ്ടുപേർക്ക് 10 വേണം, 10 വേണം. ഇപ്പൊ ഗ്രൂപ്പിൽ എനിക്ക് സച്ചിൻ നമ്പർ 10 വേണം, എനിക്കത് വേണം. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ് 10 അല്ലെങ്കിൽ പോലീസാണ്, മഞ്ജു എന്ന് പറയുന്ന പേര്, വിപിൻ എന്നാണ് പേര്, മഞ്ജു എന്നാണ് വിളിക്കുന്നത്, പോലീസാണ്. അപ്പൊ നീ തർക്കം വേണ്ട, എനിക്ക് 10 അല്ലെങ്കിൽ 5. 10 അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് 10 അല്ലെങ്കിൽ 5 ജേഴ്സി അടിക്കാൻ അതുപോലെ അടിച്ചു 5 മനസ്സിലായില്ലേ? നമ്മൾ 10 അല്ലെങ്കിൽ 5 പറഞ്ഞാൽ മതി. ഇതുപോലെ ഈ മണ്ടൈ നമ്മുടെ പേര് പറയില്ല, അതുപോലെ കൊണ്ടുപോയി ജേഴ്സിയിൽ അടിച്ചു 10 അല്ലെങ്കിൽ 5 മതി. ബുദ്ധി കൂടി പോയി അങ്ങനെയുള്ള ഇഷ്ടമുള്ള എടുത്തോ. അടുത്ത ചോദ്യം 2 പേര് ഉത്തരം പറയണേ, സെപ്പറേറ്റ് ആണ്. ഓക്കെ. പുറമെ ചിരിക്കുന്നവർ അകമേ കരയാറുണ്ടെന്ന് പറയാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മളാണോ? ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലാവും. അത് പ്രത്യേകം അങ്ങനെയല്ല, നമുക്ക് ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആഹാരം കിട്ടിയില്ലേ അത് കരയും. ആഹാരം കൊതിയല്ല, ആഹാരത്തിൽ അങ്ങനെ കൊതിയല്ല, ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലെ ഞാൻ അതിനി എവിടെയായിരുന്നാലും വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് വിശക്കാൻ പറ്റില്ല. വിശന്ന് കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. അതിന് ആരെ കൊന്നിട്ട് കഴിച്ചേ പറ്റുള്ളൂ. വിശന്നിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. കഴിക്കും, ആഹാരം കഴിക്കും. അല്ല ഞാൻ പറഞ്ഞു അല്ല വിഷമം ഉണ്ടാവട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഗോൾഡൻ മസാല അടിച്ച സമയത്ത് നമ്മൾ അത്രയും ചിരിച്ചു. ഞാൻ ആദ്യമായിട്ട് ഫ്ലോറിൽ കരയും. നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും നമുക്ക് നാണോ, അയ്യോ കരഞ്ഞല്ലോ എന്ന്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞതാണ്, ഇമോഷണൽ. ഞാൻ പെട്ടെന്ന് കരയുന്ന കൂട്ടത്തില്ല. ഞാനും കരയും, പക്ഷെ കാണിക്കൂല, കരഞ്ഞതായിട്ട് കാണിക്കൂല. കുറെ ഘട്ടം കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞത് കണ്ട ആരും ഇതില്ല. ഇപ്പോഴും കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കും. അതുകൊണ്ട് നമ്മളെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മളെ ഇമോഷൻസ് നമ്മളിൽ തന്നെ ഉണ്ട്. കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കാര്യം നോക്കുമ്പോൾ ഞാൻ കരയും. അമ്മയുടെ ആഗ്രഹമായിരുന്നു ഇതിങ്ങനെ അമ്മയുടെ പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയണത്. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കൊറോണ സമയത്ത് അമ്മ മരിച്ചു. വിലാസിനി സ്കിറ്റ് കണ്ടിട്ടാ അത് കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അമ്മ മരിച്ചത്. ആ ഒരു ആഗ്രഹം ഞാൻ ആലോചിക്കുമ്പോൾ കരയും. തട്ടി മാറ്റി നമ്മളിപ്പോൾ തട്ടി മാറ്റാൻ അറിയാം, റൂട്ട് അറിയാം. ഞാൻ ഇങ്ങനെ വരുമ്പോൾ തട്ടി മാറ്റി സംസാരിച്ചു പോകും. അപ്പോൾ കോമഡി സഹായിച്ചിട്ടുണ്ടല്ലേ സങ്കടമൊക്കെ മറിയത്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ട് ചിലപ്പോൾ കാര്യങ്ങളുണ്ടാവും, അങ്ങല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ പിന്നെ അത് കഴിഞ്ഞ ആ വിഷയം അവിടെ കഴിഞ്ഞല്ലോ. പിന്നെ കോമഡിയാണ് അതപ്പം. ഇപ്പം നമ്മളെ രണ്ടുപേരും ഉള്ളതില്ല ഞാൻ പറഞ്ഞു. ഇപ്പം അവൻ്റെ വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളത് വിഷയം മാറ്റി വിടും. നമുക്ക് എനിക്കറിയാനുള്ള റൂട്ടാണെന്ന് മനസ്സിലാവും. അതെങ്കിലും മാറ്റി വിടും. ഒരു ബാഡ് ടൈം ഒക്കെ വരുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സഹായിക്കാറ് മറികടക്കാനായിട്ടൊക്കെ? എനിക്ക് കൂടുതൽ ഇവൻ തന്നെ. ഒരു ചില സമയങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരിക്കും. അതുപോലെ തന്നെ ഞാനും സഹായിച്ച സുനീഷും. ഞാൻ പറയില്ലേ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മൾ 3 പേരിൽ ഒരാള് സുനീഷ്. നമ്മൾ എന്ത് വിഷയം വന്നാലും ഇപ്പം നമുക്ക് ഒരു ആപത്ത് വന്നാലും നമ്മൾ ആദ്യം വിളിക്കുന്ന അവനായിരിക്കും. അതിന് അത് ഉഗാണ്ടയിലായാലും അവനായിരിക്കും വിളിക്കുന്നത്. അവൻ ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അളിയാതെ ഇതാ വരുന്നു, അല്ലെങ്കിൽ എടാ ഉണ്ട് ഇവിടെ ഉണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇന്റർവ്യൂ കഴിക്കാൻ വേണ്ടി നേരത്തെ വിളിച്ചില്ലേ, അവനാണ് വിളിച്ചത്. അവന്റെ വീട്ടിലോട്ട് പോകാന്നുള്ള ഏത് നിമിഷത്തിലും ഏത് പാതിരാത്രി വിളിച്ച. കല്യാണം കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പൊ കളിയാക്കും, പാവാണ്ടെത്തും കെട്ടിയാൽ കളിയാക്കുന്നുണ്ട്. ചുമ്മാ വെറുതെ
എന്നാലും രണ്ടമ്മ ഞാനും കല്യാണം കഴിഞ്ഞ് സുനീഷും കല്യാണം കഴിഞ്ഞ് ഇനി അടുത്ത് ഇനി ഉടനെ ഇവന്റെ കല്യാണം അതാണ് ഇവരെല്ലാരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ കല്യാണം. 2-3 ലൈനുണ്ട്. അപ്പൊ ഉടനെ ഇവന്റെ കല്യാണം കാണുന്നു പ്രതീക്ഷിക്കാം. ഒന്നും നടക്കാൻ പോണില്ല. ഒന്നും പിടിയാറില്ല എന്താണ്. അതുകൊണ്ട് ഇവനും സുനീഷുമാണ് ഏത് സമയം നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന പുതിയ ഷോസോ ഇവന്റ്സോ അങ്ങനെ എന്തെങ്കിലും പുതിയ ഇന്റർനാഷണൽ ഷോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അതോ ഗൾഫിലോട്ടൊക്കെ ഒരു ഷോ വന്നു, പക്ഷെ അത് പോകാൻ പറ്റിയില്ല. നമുക്ക് ഒരു ചെറിയത് ആദ്യത്തെ ഒരു പോവാൻ ആഗ്രഹമുണ്ടായി? പിന്നെ ആഗ്രഹമില്ല ആർക്കൊക്കെ. ഇന്ന് നമ്മൾ വിളിക്കണം, നാളെ ഷോ ഉണ്ട്, ഡാൻസ് കളിക്കാൻ വരുന്നവർ വരില്ലേ? അതാ ഉണ്ട്, ആഗ്രഹമുണ്ട്, വിളിക്കട്ടെ. പിന്നെ TV ഷോസ് വേറെ ചാനലൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു വഴി നമുക്ക് തന്നത് അതെ മെമ്പർ ചിരി മനോരമയാണ്. അപ്പൊ നമ്മൾ അതിനെ വിട്ടിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അവിടെ നിന്ന് പറഞ്ഞു വിടും വരെ അവിടെ നിൽക്കാം. തെറ്റത്തന്നെ കാണിക്കല്ലേ. അടുത്ത കുസൃതി ചോദ്യമാണ്. ഇത്ര നേരം പിന്നെ കളിയാക്കരുത്. ഇല്ല ഇല്ല, എന്നെ തൊട്ടുകൂട്ടും പക്ഷെ സദ്യക്ക് എടുക്കില്ല. കുസൃതി ചോദ്യമാണ്. തൊട്ട് നോക്കും, ശ്രദ്ധയൊക്കെ എടുക്കൂല. അറിയാലോ, പറഞ്ഞു കൂടെ. കൂട്ടും കാൽക്കുലേറ്ററാ പറഞ്ഞു കയറി വാ ശ്രീത്. ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സേഫാ. 5 ക്വസ്റ്റ്യനുകളിൽ ആര് ജയിക്കുക നോക്ക്. അപ്പൊ ചാടി ഉത്തരം പറയില്ലെന്നോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, കൊച്ചുപിള്ളേരെ ബുദ്ധിയൊക്കെ വരുന്നുണ്ട്, അവൻ പറയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആവശ്യക്കാർ വാങ്ങുന്നില്ല, വാങ്ങുന്നവർ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവർ അറിയുന്നില്ല. പിന്നെ അത് ഉപയോഗിക്കില്ല, നീ ഉപയോഗിക്കില്ല. ഒന്നൂടെ അറിയാറുമില്ല. ആവശ്യക്കാർ വാങ്ങുന്നില്ല. താക്കോല്. ആവശ്യക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോ ശരിയായില്ലേ? ഇപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ തൊട്ട് കൂട്ടാനെന്ന് പറഞ്ഞ ഇവിടെ കിട്ടിയത്. ചിന്തിക്കടാ. ആവശ്യക്കാർ വാങ്ങുന്നില്ല, 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 വാങ്ങുന്നവർ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവരാട്ടെ അറിയുന്നുമില്ല. ഞാൻ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ, പക്ഷെ ആൻസർ എനിക്ക് അറിഞ്ഞൂടാ. ആവശ്യക്കാർ വാങ്ങുന്നില്ല. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? നമ്മളാണെങ്കിൽ മലയാളം പറയും. ക്ലൂ ഉണ്ടോ? കുസൃതിയിൽ ക്ലൂ ഞാനിത് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടും. ഒരു ചെറിയ ക്ലൂ തരോ? അതിന്റെ ഇടയിൽ നിന്റെ മലയാളം പോട്ടങ്ങ് ഒരു ക്ലൂ, ചെറിയൊരു ക്ലൂ. ഡയറക്റ്റ് ആയി പോകും ആൻസർ. ആണോ? എന്നാ പിന്നെ അറിഞ്ഞു. ആഹാരമാണോ? അല്ല, ഒരു നോൺ ലിവിങ് തിങ് അത്. ഇംഗ്ലീഷ് പറയില്ലേ? ഇംഗ്ലീഷ് വേണ്ട, ജീവനില്ലാത്ത വസ്തുവാണത്. കിട്ടി. എന്ത് വാങ്ങിക്കുവോ ആരെങ്കിലും? അതാ അവന്റെ പറഞ്ഞത്. ജീവനില്ലാത്ത നമ്മൾ തോറ്റത് ഭയങ്കര പാട് കേട്ടോ. ഇതാ കുസൃതി ഭ്രാന്ത് പിടിക്കുന്നു. ഞാൻ പറയട്ടോ, ശവപ്പെട്ടി. എന്റെ മനസ്സിൽ വന്നതാണ് സീരിയസ് ആയിട്ട്. ദൈവത്തിന് രക്ഷപ്പെടാനല്ലേ? ഇല്ല സീരിയസ് ആയിട്ട് ഞാൻ വന്ന, പക്ഷെ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഉപയോഗിക്കുമല്ലോ, ആവശ്യക്കാർ ഉപയോഗിക്കണം. ഉപയോഗിക്കാറില്ലല്ലോ. ശവപ്പെട്ടി വന്നതാ. എനിക്കറിയാം, എനിക്ക് ഇംഗ്ലീഷ് കിട്ടി. ശവപ്പെട്ടി ഇംഗ്ലീഷ് കിട്ടി. അല്ലെങ്കിൽ അതല്ല, നേരത്തെ ഇംഗ്ലീഷ് പറഞ്ഞത്. നോൺ ലിവിങ് തിങ്. എന്താ അർത്ഥം പറ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഊതിയാൽ അണയില്ല, മഴയത്തും അണയില്ല, എണ്ണയില്ലാതെ വിളക്കും കത്തും. ഭയങ്കര ബുദ്ധി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഊതിയാൽ കത്തില്ല, ഊതിയാൽ കത്തില്ല, അണയില്ല, മഴയത്തും അണയില്ല, എണ്ണയില്ലാതെ ലൈറ്റാ, ബൾബാ, ബൾബ്. ചിന്തിക്കടാ, ബുദ്ധിയില്ല. ഇപ്പൊ തന്നെ 2 പോയിന്റ്സ് ആയേ. ബുദ്ധിയില്ല സുഹൃത്തുക്കളെ, ബുദ്ധിയില്ല. നാണകടില്ല. 2 പറഞ്ഞോ? അടുത്തത് ഞാൻ പറയും. പറഞ്ഞാ മതി. കൊണ്ടുവന്നത് നീ ഭയങ്കര പാട്. നീ CBSE അല്ലേ? കൂട്ടിത്തിന്നാൽ 1-ാം തരം. എളുപ്പമാണ്. കൂട്ടിത്തിന്നാൽ 1-ാം തരം, ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. ഉപ്പ്.
അത് കൊള്ളാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്തത് ഡാൻസിലൂടെ പ്രശസ്തമായ ഭാഗ്യലക്ഷ്മി ആൻഡ് ധനലക്ഷ്മി എന്ന് പറഞ്ഞ ട്വിൻസിനായിരുന്നു. ആ അപ്പൊ അവരോട് ഞങ്ങളൊരു അടുത്ത ഇന്റർവ്യൂ ചെയ്യുന്നവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിരുന്നു. നമുക്കും അപ്പം അറിയത്തില്ല ആരാന്ന്, അവർക്കും അറിയത്തില്ല ആരാന്ന്. അപ്പൊ അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ഇതുവരെ ഈ വന്ന വഴിയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല, അതായത് നിങ്ങളുടെ പ്രത്യേക ആ ഒരു സാഹചര്യത്തിൽ സഹായിക്കാനായിട്ടും ഉണ്ടായ, അതായത് നിങ്ങളുടെ കൂടെ ഉള്ളവരല്ല, അല്ലാതെ ആ ഒരു നിമിഷത്തിൽ മാത്രം വന്നു പോയ ഒരു വ്യക്തി. ഞാൻ പറഞ്ഞ ആൾക്കാർ നമ്മളെ കൂടെ ഉള്ളവരല്ല, കൂടുതലുള്ള ആ സാഹചര്യത്തിൽ മാത്രം പെട്ടെന്ന് എവിടെന്നോ വന്ന് എവിടേക്കോ പോയെന്ന് പറയില്ലേ, അതേപോലെ നന്ദനത്തിലെ മറ്റേ കൃഷ്ണനെ പോലെ. അല്ല, അവിടെ ഉള്ളവരല്ലാതെ നമ്മളെ ഞാൻ പറഞ്ഞു, അതായത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളവരല്ല, ആ ഒരു നിമിഷത്തിൽ വന്ന് സഹായിച്ച ഒരു വ്യക്തി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിലോ വേണമെങ്കിലും എന്തെങ്കിലും നിനക്ക് എപ്പോഴാ അങ്ങനെ ലൈഫില് മൊത്തത്തിൽ ഉണ്ടെങ്കിൽ എനിക്കൊരിക്കൽ അങ്ങനെ ഉണ്ട്. ദൈവദൂതനെ പോലെ വന്ന ഒരാള്. ഞാൻ ഒരിക്കൽ രണ്ടുപേരും പറയണം കേട്ടോ. അപ്പൊ ഞാൻ പറയണ്ടേ, അത് ഞാൻ പറഞ്ഞു കഥ ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 മണിയായി, ട്രെയിനിലിരിക്കുന്നു ഉച്ചയ്ക്ക്. 2 മണിയായപ്പോൾ ഒരു മാമൻ വന്നിട്ട് ടിക്കറ്റ് 2 ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഒരു ടിക്കറ്റ് തന്നു. ഞാൻ 2 ടിക്കറ്റ് മാമൻ എടുത്ത് കുഴപ്പമില്ല, ചിലപ്പോൾ ഇത് അടിക്കണതായിരിക്കും. ഇല്ല കുഴപ്പമില്ല, ഒരെണ്ണം നീ എന്ന് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. ഞാൻ ഒരെണ്ണം എടുത്ത്. കുറേ നിർബന്ധിച്ച് ഞാൻ നിങ്ങളെടുത്തോന്ന് വേണ്ട സാറേ, ഞാൻ എടുത്ത് ഒരെണ്ണം. വിറ്റാളല്ല, അവർ ഒരെണ്ണം എടുത്തോളൂ. ഞാൻ എടുത്തിട്ട് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് ഇറങ്ങി ചായ പിടിച്ചിട്ട് റിസൾട്ട് ചുമ്മാ വെറുതെ നോക്കിയപ്പം 5000 രൂപ. അപ്പൊ വന്നിട്ട് ദൈവദൂതനെ പോയി വന്നിട്ട് 5000 വന്നിട്ട് പോയി. ഞാൻ പറഞ്ഞ ആദ്യമേ വെച്ചിരുന്നു, എനിക്ക് വേണ്ട, നിങ്ങൾ വെച്ചോ, എനിക്ക് 5000 കിട്ടൂലായിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ആൻസർ ഇതുപോലത്തെ ആൻസർ ആണോ? അതല്ലേ ചോദ്യം കറക്റ്റ് ആണോ? അപ്പൊ ഇതുപോലെ ആണെങ്കിൽ ഇതുപോലെ അല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഷൂട്ടിങ് സമയത്ത് തന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ഇവിടെ തൃശ്ശൂർ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, തൃശ്ശൂർ എന്തോ പോയിട്ട് ഞാൻ വരാം. അപ്പം ഞാൻ എറണാകുളത്ത് എത്തിയപ്പോഴത്തേക്ക് ലേറ്റായി, നല്ല ലേറ്റായി. അതിന് 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് നിന്നപ്പോഴത്തേക്ക് ബസ്സില്ല, ഓട്ടോ ഇല്ല. അപ്പം ഏരിയ ഇത്തിരി എറണാകുളം ഏരിയയിൽ കുറച്ച് വശവശൊക്കെ ഏരിയ ആയിരുന്നു. അപ്പം ഒരു നിവൃത്തിയില്ല. അന്ന് ഊബറൊന്നും ബുക്ക് ചെയ്യാൻ പോലും അറിഞ്ഞൂടാ. ഫോൺ ഉണ്ടെന്നുള്ള ഊബർ ബുക്ക് ചെയ്യാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. വണ്ടിയൊന്നും ഇല്ലാതെ നിൽക്കുക. കാരണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ കുറേ നേരം നടന്നു. എന്ന് വെച്ചാൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ് പറഞ്ഞ റോഡിൽ ഇങ്ങനെ നടന്നെത്തിയപ്പോൾ എനിക്ക് പോകാൻ ഒരു വഴിയില്ല. എനിക്കെങ്ങനെയെങ്കിലും വയറ്റിലെത്തണം. വയറ്റിലെത്തിയാലേ വയറ്റിലെ ബസ്സുള്ളൂ വീട്ടിലോട്ട് വരാനോ, ഇല്ലെങ്കിൽ നമ്മൾ വെറുമേടിലോട്ട് പോകാനോ. അപ്പോൾ ഞാൻ വെറുമേടിലോട്ട് പോകാൻ നിൽക്കുക, വേറെ വഴിയൊന്നുമില്ല. അപ്പം ഒരു ഓട്ടോക്കാരൻ വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വയറ്റിലേ പോകണം എന്ന് പറഞ്ഞു. പുള്ളി കയറി. ഞാൻ അപ്പം ഫ്രീ ആയല്ലോ ഓട്ടോക്കാരനെ പറഞ്ഞു. പുള്ളി എന്നെ കൊണ്ടി ഇറക്കിയിട്ട് എൻ്റെ ഒന്നും 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. പുള്ളി എന്നിട്ട് പറഞ്ഞു ഞാൻ പരിപാടിയൊക്കെ കാണും. ഞാൻ നിർബന്ധിച്ചു, നല്ലപോലെ നിർബന്ധിച്ച്. പുള്ളി വാങ്ങിച്ചിട്ടില്ല, പുള്ളി പൈസ വാങ്ങിച്ചില്ല. പറഞ്ഞു ഇല്ല ഇരിക്കട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും കാണുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ പൈസ ഇല്ല ഇതെൻ്റെ ഒരു സന്തോഷം, എന്നെ എപ്പോഴെങ്കിലും ഓർത്താൽ മതി, ഞാനും ഇങ്ങനെ ഒരാളെ കൂടെ കൊണ്ടിറക്കി എന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഇത് അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലതല്ലോ. പുള്ളി ഓട്ടോ കാണിച്ചിട്ട് കയറാൻ പറഞ്ഞു നിന്ന് 2-3 സിറ്റുവേഷൻ ഉണ്ടായത്. ഞാൻ ഈ രാത്രി ആയതുകൊണ്ട് പറഞ്ഞതാ. ഇതുപോലെ ഒരുപാട് പേര് ഫുഡ് വരെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഫുഡ് വരെ നമ്മളെ പൈസ കൊടുത്ത് പോയവരുണ്ട്. ഫുഡ് വാങ്ങിച്ചു തരാൻ വേണ്ടി നമ്മളെ പിടിച്ചു കയറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഉള്ള സ്നേഹമാണ് അത്. അപ്പൊ അങ്ങനെ ഒരുപാട് സഹായങ്ങളും അല്ലെ ഒരുപാട് പേര് ഒരുപാട് സിറ്റുവേഷനിൽ ഇതുപോലെ ഹോസ്പിറ്റലൊക്കെ അമ്മ വയ്യാതെ നടന്ന സമയത്തും ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഈ പരിപാടിക്ക് മുമ്പേ ഞാൻ അവിടെ മെഡിക്കൽ കോളേജിൽ കിടന്ന് ഓരോ കാര്യത്തിനും ഓടി നടന്ന സിറ്റുവേഷനിൽ ഞാൻ പരിപാടിക്ക് പോയ ശേഷം എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ എല്ലാം അറിയാമെന്നുള്ളവർ പാസ് എടുക്കണ്ട, അല്ലെങ്കിൽ അവിടുത്തെ സൂപ്രണ്ട് അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ആൾക്കാരായിട്ട് നമ്മളെ കോമഡിയിലുള്ള ചേട്ടന്മാരുടെ കമ്പനി, അപ്പോൾ അവർ വിളിച്ച് പറയും. അപ്പോൾ ഒന്നും അറിയേണ്ട ഇതില്ല. അപ്പം അങ്ങനെ കുറേ സഹായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. അത് ഇനിയും ഉണ്ടാവും ആരെങ്കിലും സഹായിക്കാൻ. ഞങ്ങൾ അടുത്തതായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഒരാള് ആരോ നമുക്ക് പറഞ്ഞൂടെ ആരാന്ന്. അവരോടൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞ എന്ത് ചോദ്യമായിരിക്കും നിങ്ങളുടെ? അവരിതുപോലെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ട് പോയിട്ട് ബാക്കി നമ്മൾ ചോദിച്ചു. നമ്മൾ ഇതിന് വന്നിരിക്കുന്ന പോയിട്ട് നല്ല ചോദ്യം ചോദിച്ചു കൊടുക്കണം. നമ്മളിന്ന് വീഡിയോ കണ്ടില്ലേ? അവരുടെ ലൈഫിൽ ആരായിരുന്നാലും അവരുടെ ലൈഫിൽ ആരെങ്കിലും അവരെ പറ്റിച്ചിട്ടുണ്ടോ? പറ്റിച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാം. പറ്റിച്ചിട്ട് പിന്നീട് അവർ നേരിട്ട് കാണുമല്ലോ, പറ്റിച്ച ആളെ നേരിട്ട് കാണുമ്പോൾ അവര് റിയാക്ഷൻ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്?
അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. നല്ലൊരു ചോദ്യം. അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിക്കാം. വേറൊന്നിൽ നിന്നും പഠിക്കാൻ കഴിയാത്ത കോമഡി നിങ്ങളെ പഠിപ്പിച്ചതായ ഒരു കാര്യം എന്താണ്? അതായത് കോമഡി ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യം. കോമഡിയിൽ വന്നതിന് ശേഷം അല്ലേ, അതിന് നമ്മൾ കുറെ അതായത് വേറെ ഒന്നിൽ നിന്നും കിട്ടാത്തതും പക്ഷെ കോമഡിയിൽ നിന്ന് നിങ്ങൾ പഠിച്ചതായിട്ടുള്ള ഒരു കാര്യം. നാട്ടിലൊന്നും ഒരു വിലയില്ലായിരുന്നു, കുറച്ച് നല്ല വിലയില്ലായിരുന്നു. പിന്നെ ഇതിലോട്ട് പോയപ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട്, ഈ നമ്മളെ കുറ്റം പറഞ്ഞവരൊക്കെ തന്നെ തിരിച്ചു വന്നു തുടങ്ങി. കാരണം എന്നെ ഇവനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഈ കോമഡിയിൽ പോയതിന് ശേഷം കുറെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ്ങിലായിരുന്നാലും നമ്മൾ നടക്കുന്നതിലായാലും പെരുമാറ്റ രീതിയിലായിരുന്നാലും. കാരണം എന്നുവെച്ചാൽ സ്റ്റാൻഡേർഡായി അങ്ങനെയല്ല, ഇന്ന് പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോഴും സംസാര കാര്യങ്ങൾ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കുറേ ചേഞ്ചസ് വന്നു. പണ്ട് നമ്മൾ പല നടക്കും, അല്ലെങ്കിൽ ഡ്രസ് ചേഞ്ച് അതൊക്കെ ശ്രദ്ധിക്കൂലായിരുന്നു, നമ്മളങ്ങ് നടക്കും. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം നമുക്ക് അങ്ങനൊരു ഓട്ടോമാറ്റിക്കായിട്ട് അത് ആർക്കായിരുന്നാലും വരുന്നവർ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ മോശം പറയരുത് എന്ന് നമുക്ക് തോന്നി, നമ്മൾ ചേഞ്ച് ആവണമെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും. നമ്മൾ ചേഞ്ച് ആവണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഡ്രസ്സ് നല്ല പോലെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു ചേഞ്ച് പല ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചേഞ്ച് ആയെന്ന് തോന്നിയിട്ടുണ്ട്. പണ്ട് സ്ലിപ്പർ ചെരുപ്പിട്ട് കല്യാണത്തിന് പോയിരുന്ന ആൾക്കാരാണ് ഞാനും ലുങ്കി ഇപ്പൊ വിളിക്കാത്ത കല്യാണത്തിനൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലോട്ട് വന്നപ്പോൾ ചേഞ്ച് ആയി. നമ്മളത് ഓട്ടോമാറ്റിക്കായി നമ്മളായിട്ട് ചേഞ്ച് ആവണമല്ല, പക്ഷെ നമ്മളെ ഉള്ളിൽ തന്നെ വരും ഇങ്ങനെ എവിടെ പോകുമ്പോൾ ഈ നല്ലൊരു ഭയങ്കര പോവയില്ലേ. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ല, നമുക്കൊരു ഇതുണ്ട്, എന്താ പറയാ, നമ്മൾ 2-3 പേര് അറിയാം. അപ്പം നമ്മൾ ഇന്നാൾ വരും എന്ന് പറയാം. അപ്പം നമ്മളവിടെ കുറച്ച് ഇത് കാണിക്കേണ്ട, റെസ്പോൺസിബിൾ കാണിക്കേണ്ട. അത് ഇങ്ങനെ ചേഞ്ചുകൾ വന്നു തുടങ്ങി ഇതിൽ വന്നതിന് ശേഷം. ഇപ്പൊ പറഞ്ഞതുപോലെ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അമ്പലത്തിൽ പോയിട്ട് പോരണ വഴിയിൽ വന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ടോ? ഇനി പോയോ? അങ്ങനെ ഇപ്പൊ പോയത് പോണില്ല, കാരണം അറിയാൻ പറ്റുമല്ലോ. അറിയാം, നമ്മള് 10 കളിക്കാൻ പോകുമ്പോൾ 10 പയ്യന്മാരൊക്കെ ആയിരിക്കും പോണത്. 10 പേരുടെ ബൈക്കിലല്ലേ പോണത്. അപ്പോൾ 5 പേന്മാര് നേരത്തെ അകത്ത് കയറി മണ്ഡപത്തിനകത്ത്. എന്നിട്ട് ബാക്കി നമ്മളെ 5 പേന്മാര് വെളിയിൽ നിൽക്കും. അപ്പം നമ്മൾ ഉമ്മാരെ കാണുമ്പോൾ ഇവിടെ നിന്ന് അറിഞ്ഞിടത്ത ആൾ അവിടെ നിൽക്കണം. എവിടെയായിരുന്നു? നമ്മൾ പരസ്പരം പ്ലാൻ ചെയ്തതാ. അപ്പൊ അവിടെ നോക്കുമ്പോ അറിയുന്ന ആൾക്കാര് നൈസ് അവിടെ കയറി. അല്ല ഇപ്പോഴും പോയിട്ടില്ല പറഞ്ഞാൽ പോയിട്ട് അങ്ങനെയല്ല. മെർമെയ്ഡില് നമ്മൾ താമസിക്കുന്നോടോ ഫങ്ഷൻസ്, വലിയ സീരിയല്, സിനിമ, അങ്ങനെ കല്യാണത്തൊക്കെ നമ്മൾ വന്ന സമയത്ത് അവിടെ ഒരു ഫംഗ്ഷനുകളൊക്കെ നല്ല ഡ്രസ്സിലല്ലേ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് വന്നാ പോകും. നേരെ പോയി ഹെവി ഫുഡ് കഴിച്ച് ആരും നോക്കില്ല. കാരണം അവിടെ വന്ന ഏതോ ഫംഗ്ഷനിൽ ഏതോ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആരോ. പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഫാൻസ് അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം. ഇന്ന് തുടക്കം മുതൽ ഒന്നാമത്തെ സ്കിറ്റ് മുതൽ എനിക്ക് കിട്ടിയ സപ്പോർട്ട് ഇന്നും ഉണ്ട്. അന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്നും ഇഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത്. കാരണം ഈ ഫീൽഡിൽ തന്നെ ഓരോ കോമഡി അല്ലെങ്കിൽ ഓരോ ഇത് വരുമ്പോഴത്തേക്കും ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പോവുക, അല്ലെങ്കിൽ അവർ ഇത് കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ ഇത് കഴിഞ്ഞ് ഇത്രയൊക്കെ ഉള്ളൂ, അവർ കോമഡി അല്ലെങ്കിൽ കഴിഞ്ഞു അങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒന്നാമത്തെ സ്കിറ്റ് മുതൽ ഇപ്പോഴും കാണുന്ന ഒരു 10 പേരുണ്ട്. അയാളെ നിങ്ങൾ ആ സ്കിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സന്തോഷമാണ്. ആ സന്തോഷം കളയാതെ ഇനിയും കൊണ്ടുപോകണം എന്നാണ് നമ്മളെ ആഗ്രഹം. സീസൺ 2 ആയപ്പോൾ ഞാനും ഇവനൊക്കെ പേര് മാറി വഴക്കായി പിരിഞ്ഞു എന്നൊക്കെ ചോദിച്ചു. ഡെയിലി കാണുന്ന ആൾക്കാർ പറഞ്ഞുണ്ടാക്കുകയാണ്. പിന്നെ എനിക്ക് പ്രേക്ഷകർക്കൊന്നല്ല, ഒരാളടുത്ത് പറയാനുണ്ട്. എൻ്റെ സ്കിറ്റിന് താഴെ തെറി വിളിക്കുന്ന ചേട്ടൻ ഈ ഇന്റർവ്യൂവിന് താഴെ വന്ന് തെറി വിളിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അതാരെന്ന് പറഞ്ഞൂടാ, ആരായാലും അതിലുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിലയേറിയ സമയം ഞങ്ങളുമായി പ്രേക്ഷകരുമായി പങ്കിട്ടതിൽ ഒരുപാട് നന്ദി. ശ്രീജിത്തും ശിവപ്രസാദുമായിട്ടുള്ള ഇൻസ്പയർ ആൻഡ് ഇഗ്നേറ്റിന്റെ ഈ എപ്പിസോഡിൽ ഇവിടെ തിരശീല വീഴുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത പുതിയ അതിഥികളുമായി ഇവർ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ബൈ.